കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 24 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിനാകുലപ്പെടുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളെന്തെങ്കിലും ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് ഇതെനിക്ക് പ്രയോജനകരമാണോ അല്ലേ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പോലും നമ്മൾ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യും. നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമായത്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഒട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരൊക്കെ നമ്മളെ നിർബന്ധിച്ചാലും നമ്മൾ സ്വീകരിക്കില്ല. ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ നിശ്ചയമായിട്ടും സ്വീകരിക്കേണ്ടതും എന്നാൽ നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ടാത്തതുമായ ഒരു വിഷയത്തെക്കുറിച്ച് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതെന്താണെന്ന് വായന ശ്രവിച്ചവർ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു ഉപകാരമില്ലാത്ത സാധനമാണ് ഉത്കണ്ഠ. എന്തെങ്കിലും ഉപകാരം ഉത്കണ്ഠ കൊണ്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ. ഏതെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്നതിന് തിരഞ്ഞെടുക്കുന്നതിന് കുഴപ്പമില്ല. ഒരു ഉപകാരവും ജീവിതത്തിൽ തരാത്ത ഒരു വിഷയമാണ് ഉത്കണ്ഠ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞതാണ്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠാകുലരാകരുത്. ഇന്നീ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദൈവമക്കളെ പീഡിപ്പിക്കുന്ന ഒരു തിന്മ, വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ, പാപം കഴിഞ്ഞാൽ ഒരാത്മാവിനെ ഏറ്റവും അധികമായി പീഡിപ്പിക്കുന്ന തിന്മ എന്ന് പറയുന്നത് ആകുലത, ഉത്കണ്ഠയാണെന്നാണ്. ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഉത്കണ്ഠയിലും ആകുലതയിലും ഒരു ജീവിതം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അവിടെ കർത്താവ് പറയുന്നത്, നാളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടണ്ട. വയലിലെ ലില്ലികളെ നോക്കൂ, ആകാശത്തിലെ പറവകളെ നോക്കൂ. ഇവയെല്ലാം ദൈവം പരിപാലിക്കുന്നില്ലേ? അവയേക്കാൾ എത്രയോ വിശിഷ്ടമാണ് നമ്മൾ, എത്രയോ ശ്രേഷ്ഠരാണ് നമ്മൾ. ഇപ്പം നമ്മെ ദൈവം പരിപാലിക്കുകയില്ലെന്നാണോ നമ്മുടെ ചിന്ത? ഇപ്പം ദൈവ പരിപാലനയിലുള്ള ഒരുവൻ്റെ ആശ്രയത്വം കുറയുമ്പോഴാണ്, ദൈവത്തിലുള്ള ഒരുവൻ്റെ വിശ്വാസം ബലക്ഷയം ഉണ്ടാകുമ്പോഴാണ് ഒരുവനിൽ ആകുലതയും ഉത്കണ്ഠയും വർദ്ധിക്കുന്നത്. ഒരുവനിൽ ഉത്കണ്ഠയും ആകുലതയും കുറയുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അവൻ ദൈവപരിപാലനയിൽ
പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ തയ്യാറാകുമ്പോഴാണ്. ഇനി ഈ ഉത്കണ്ഠപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആകുലപ്പെടുമ്പോൾ നന്മയുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഒത്തിരിയേറെ അതിൻ്റെ ദൂഷ്യവശങ്ങൾ, തിന്മയായിട്ടുള്ളത് നമ്മളിൽ സംഭവിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല. കർത്താവ് പറഞ്ഞില്ലേ, വയലിലെ ലില്ലികൾ ഒരൊറ്റ ദിവസം കൊണ്ട് തീർന്നു പോകുന്ന പുഷ്പങ്ങൾ, അവയെ ദൈവം അത്രമാത്രം പരിപാലിക്കുന്നുണ്ട് എങ്കിൽ നമ്മളെ ദൈവം പരിപാലിക്കും. ആ വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടുത്തുകയും ചെയ്യേണ്ടത്. ആകുലപ്പെടുമ്പോൾ ഒത്തിരിയേറെ തിന്മ നമ്മളിൽ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആകുലത വർദ്ധിക്കുമ്പോൾ ശാരീരികമായ രോഗങ്ങൾ, ഉത്കണ്ഠ വർദ്ധിക്കുമ്പോൾ അത് ശരീരത്തിൽ പോലും റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. അനേകരനുഭവിക്കുന്ന തലവേദന, ഉദര സംബന്ധമായ ഡൈജസ്റ്റീവ് സംബന്ധമായ പ്രോബ്ലംസ്, അല്ലെങ്കിൽ ചില ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു കാരണം ഉത്കണ്ഠയാണ്, ആകുലതയാണ്. അതുമാത്രമല്ല, ഒരുവന് സ്വാഭാവികമായി നോർമലായിട്ട് നയിച്ചുകൊണ്ടിരുന്ന ജീവിതം പോലും നയിക്കാൻ പറ്റാത്ത രീതിയിൽ ഉത്കണ്ഠയിലും ആകുലതയും അടിമപ്പെട്ടു പോയാൽ ഒരുവൻ്റെ ജീവിതത്തിലെത്തും. ഉത്കണ്ഠ കാരണം എത്രയോ പേരെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഉറങ്ങാൻ പറ്റണില്ല. എന്തുകൊണ്ടാണ്? വല്ലാത്ത ആകുലത, ഉത്കണ്ഠ. അതുകൊണ്ട് ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥകളിലൂടെ അനേകരെ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഒത്തിരിയേറെ അസ്വസ്ഥതകളിലേക്ക് ഉത്കണ്ഠ നമ്മളെ തള്ളിയിടും. മാനസിക അസ്വസ്ഥതകൾ, മെൻ്റൽ സ്ട്രെയിൻ, അല്ലെ, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഉത്കണ്ഠയും ആകുലതകൾ ഭരിക്കാൻ തുടങ്ങിയ പിന്നെ ആ വ്യക്തി കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയാം. ചിലപ്പോൾ ഈ ഉത്കണ്ഠ ആകുലതയാണ് ചിലവരെയൊക്കെ മദ്യപാനത്തിലേക്കും ലഹരിയിലേക്കും കഞ്ചാവിലേക്കും ഒക്കെ തള്ളിയിടാൻ, മറ്റ് ഡീവിയേഷനിലേക്കൊക്കെ തള്ളിയിടാനുള്ള ഒരു കാരണം ഈ ഉത്കണ്ഠയാണ്. അപ്പോൾ ഉത്കണ്ഠ കൊണ്ട്, ആകുലതകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നന്മയായിട്ടുള്ളത് സംഭവിക്കുന്നില്ല. പിന്നെ എന്തിനു നമ്മൾ തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ്. തീരുമാനങ്ങൾ എടുക്കാൻ പോലും ഉത്കണ്ഠയുള്ളൊരു മനുഷ്യന് പറ്റില്ല. അവനടുത്ത് തെറ്റിപ്പോവും. ആകുലപ്പെട്ട് നിൽക്കുന്ന മനസ്സിന് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പം അത്ര കണ്ട് തിന്മ മാത്രം നമ്മളിൽ സാധ്യമാക്കുന്ന ഒരു വിഷയത്തെ നമ്മൾ എന്തിനെ താലോലിക്കണം? നമ്മൾ എന്തിനതിനെ പാല് കൊടുത്ത് വളർത്തണം എന്നാണെന്ന് സുവിശേഷം ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ ആ നന്മയെ പ്രതി നമുക്കതിനെ സ്വീകരിക്കാം. അതുകൊണ്ടാണ് കർത്താവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ഉത്കണ്ഠാകുലരാകരുത്, ആകുലപ്പെടരുത്. നാളെയെക്കുറിച്ചുള്ള ആകുലതകളാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ നമ്മളുണ്ടോ ഇല്ലയെന്ന് നമുക്ക് പോലും അറിയില്ല. പിന്നെ നമ്മൾ എന്തിനാ ആകുലപ്പെടുന്നത്? നാളത്തെ പ്രഭാതത്തിൽ നമ്മൾ എത്ര പേര് വിശുദ്ധ കുർബാനയ്ക്ക് വരും നമുക്ക് ആർക്കറിയാം? നാളത്തെ പ്രഭാതം കാണാൻ നമ്മൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാവോ? ഇല്ല. പിന്നെ എന്തിനു നമ്മൾ നാളെയെക്കുറിച്ച് ആകുലപ്പെടണം? കർത്താവ് പറഞ്ഞ ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശങ്ങൾ മതി. നമുക്ക് ഇന്നത്തെ ആവശ്യത്തിനുള്ള ക്ലേശങ്ങളുണ്ടല്ലോ, ഇന്ന് ആവശ്യത്തിനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, ഇന്ന് ആവശ്യത്തിനുള്ള സഹനം ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് നാളത്തെ കഴിഞ്ഞും ഒരിക്കലും ചിലപ്പോൾ സംഭവിക്കാൻ പോലും സാധ്യതയില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഭാരപ്പെടാനും അസ്വസ്ഥപ്പെടാനും നമുക്ക് ഇന്നിൻ്റെതായ ക്ലേശങ്ങളും അസ്വസ്ഥതകളും സങ്കടങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ദൈവപരിപാലനയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ദൈവത്തിൻ്റെ കരുണയിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലും ജീവിതം സമർപ്പിച്ച് ഓരോ നിമിഷവും മുന്നോട്ട് പോകുമ്പോൾ അതാത് ദിവസം കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ജീവൻ്റെ സമൃദ്ധിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ആനന്ദത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ദൈവം എങ്ങനെ ദൈവമക്കൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ അനുഭവത്തിലും ആ സമാധാനത്തിലും ആ സന്തോഷത്തിലും ജീവിക്കാൻ സാധ്യമാകുന്നത് ഒരുവൻ പൂർണ്ണമായും ദൈവപരിപാലനയിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ആ ദൈവപരിപാലന എന്നെ ഓരോ ദിവസവും ഓരോ നിമിഷവും കൈപിടിച്ച് നടത്തുമെന്നുള്ള ബോധ്യം ഒരുവൻ ജീവിതത്തിൽ കൊണ്ട് നടക്കുമ്പോഴാണ്. അതുകൊണ്ട് ദൈവപരിപാലനയിൽ ആശ്രയിച്ച് അകാരണവും അനാവശ്യമായ ആകുലതകൾ വെടിഞ്ഞ് ദൈവസ്നേഹത്തിൽ ജീവിതം സമർപ്പിച്ച് ഓരോ ദിവസത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയാതെ ഓരോ ദിവസത്തിൻ്റെ സമാധാനവും ഈ നിമിഷം നമ്മൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന മനസ്സിൻ്റെ സന്തോഷം, നാളെയെക്കുറിച്ചുള്ള ചില വിചാരങ്ങളും വികാരങ്ങളും നമ്മളെ ആകുലപ്പെടുത്തുമ്പോൾ അതിൽ നിന്നും മാറി ദൈവസ്നേഹത്തിൽ നമ്മളെ സമർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മളെ കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.